അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശംഖുപുഷ്പം കണ്ടോ, ശംഖുപുഷ്പവും കറ്റാർ വാഴയും വെച്ചിട്ട് നമ്മളൊരു ഷാമ്പു ആണ് ഉണ്ടാക്കുന്നത്. ഒരു കിട്ടില്ലൻ ഷാമ്പു ആണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഒരുപാട് നമ്മുടെ ഹെയറിന് ഒരുപാട് ഗുണമാണ്. ഷാമ്പൂവിൻ്റെ യൂസസ് അറിയാമല്ലോ നമുക്ക്. അപ്പം നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ ഓൾറെഡി നിങ്ങൾക്കറിയാം. അപ്പം അത്രയും ഗുണങ്ങൾ വെച്ചിട്ടാണ്, അലവേരയുടെ ഗുണങ്ങളും അറിയാം, അത്രയും ഗുണങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഷാമ്പു ആക്കുന്നത്. അപ്പോൾ ഷാമ്പു ആക്കുമ്പോൾ നമ്മുടെ ഹെയറിന് നമ്മുടെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും ഹെയറിന് ഇത്തിരി തിക്നെസ് കൊടുക്കാനും ഒക്കെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്ത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതാണ് നമ്മൾ ചെയ്യുന്നത്. ഷാമ്പു ബേസ് ഉണ്ട്. ഷാമ്പു ബേസ് ഓൾറെഡി എന്താണ്, പ്രിസർവേറ്റീവ് ചെറുതായിട്ട് ആഡ് ചെയ്തിരുന്നു, പക്ഷേ അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഷാമ്പു ബേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാരബിൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, സൾഫർ ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഷാമ്പു ബേസാണ്. പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷാമ്പൂവിന് നല്ലൊരു ഷെൽഫ് ലൈഫും കിട്ടും, അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്നതിന് നല്ല റിസൾട്ടും കിട്ടും. അപ്പം ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഷാമ്പു ആണ്. അപ്പം നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ല ഹെൽത്തി മുടിയൊക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ്. അപ്പം മറ്റേ ബ്രേക്കേജ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ലേ കെമിക്കൽസ് കൂടുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് ബ്രേക്കേജ് ഒന്നും വരുത്തുമില്ല. നമുക്ക് നല്ല ഷാമ്പു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക്, ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. ഷാമ്പു ബേസൊക്കെ വാങ്ങിച്ച് ഷാമ്പു ബേസൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും അത് ചെയ്തെടുക്കാൻ ടൈമില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരിക്കുന്നതായിരിക്കും പോസ്റ്റൽ വഴി. ഓക്കെ, അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും ഒരു കറ്റാർ വാഴയാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കറ്റാർ വാഴയും നമ്മൾ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് 50 ml ജ്യൂസ് മതി നമുക്കിതുണ്ടാക്കാൻ, ഈ ഷാമ്പൂവിന്. കാരണം ഞാൻ കുറച്ച് വീഡിയോയ്ക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 50 ml ജ്യൂസിന് വേണ്ടിയിട്ടുള്ള പൂവും അലവേര ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് എങ്ങനെ ഷാമ്പൂ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസിൻ്റെ ഇരട്ടി ആയിരിക്കണം നമുക്ക് ഷാമ്പൂ ബേസ്. ഇപ്പോൾ ജ്യൂസ് 50 ml എടുക്കുകയാണെങ്കിൽ നമുക്ക് 100 ആയിരിക്കണം നമ്മുടെ ഷാമ്പൂവിൻ്റെ ബേസ് എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ അരച്ചെടുക്കുന്നുള്ളൂ. അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിന് മതി, കണ്ടോ, ഇത്രയും ഇട്ടാൽ മതി. കാരണം ഇത്രയും ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അതിനകത്തോട്ട് നമുക്ക് ഈ കറ്റാർവാഴയുടെ 2 സൈഡിലത്തെ മുള്ളൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ഓൾറെഡി. ഇനി നമുക്കിതിനെ ചെറുതായിട്ട് അരച്ച് നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒന്നും വേണ്ട, കാരണം കറ്റാർവാഴയുടെ വെള്ളം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിതിനെ അരച്ചിട്ട് വരാം. ഇപ്പോൾ നോക്കി നമ്മളിതിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം അല്ലേ. നന്നായിട്ട് അരിച്ച് ഈ ജ്യൂസ് മാത്രം എടുത്തിട്ട് നമുക്കിതിനെ വറ്റിച്ചെടുക്കണം. ഇനിയും വേണമെങ്കിൽ വറ്റിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് DM വാട്ടർ കുറച്ചുകൂടെ ഇട്ടിട്ട്, കാരണം നമുക്കിത് നല്ല കുറുകി കിട്ടണമെങ്കിൽ DM വാട്ടർ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇതിനിപ്പോൾ കളർ കണ്ടോ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കളർ വേണം. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു പൂവും കൂടെ അങ്ങ് ആഡ് ചെയ്യുവാണേ. കാരണം എനിക്ക് നല്ല കളർ വേണമെന്ന് എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് എടുക്കുവാണ്. ഇപ്പം നല്ല ഡാർക്ക് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് കറ്റാർവാഴ വേണ്ടെങ്കിൽ നമുക്കിത് മാത്രമായിട്ടും ശംഖുപുഷ്പം മാത്രമായിട്ടും നമുക്ക് എടുക്കാം. മനസ്സിലായോ? അപ്പം ഞാൻ എന്തായാലും എനിക്ക് കറ്റാർവാഴയും മുടിക്ക് നല്ലതായതുകൊണ്ട് ഞാൻ കറ്റാർവാഴയും കൂടെ വെച്ചാണ് അത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ശംഖുപുഷ്പം മാത്രമാണെങ്കിൽ നല്ല ബ്ലൂ കളർ കിട്ടും. ഓക്കെ, നമുക്കിനി ഇതിനെ ഒന്ന് തരിച്ചെടുക്കാം. നമുക്ക് അരിച്ചെടുത്തിട്ട് മൊത്തം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇതിനെ അരിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് 50 ml കാണാമല്ലോ, 50 ml നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 50 ml തന്നെ നമുക്ക് ഉപയോഗിക്കണം. നമ്മുടെ ഷാമ്പൂ ബേസ് 100 എടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് വൈറ്റമിനിയും പിന്നെ സ്മെല്ലുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഷാമ്പൂ ബേസ് എടുക്കട്ടെ. ഇപ്പോൾ കണ്ടോ, ഈ 50 ml ഷാമ്പൂ നമ്മുടെ ഈ ഒരു വാട്ടറില്ലേ, അതിനെ നമുക്ക് ഒരു 50 ml കൂടി ഒഴിച്ച് നമുക്കിതിനെ വറ്റിച്ചെടുക്കണം. ഡിസ്റ്റിൽ വാട്ടറാണ് നമ്മൾ ഒഴിക്കുന്നത്. DM വാട്ടർ എന്ന് പറയും. അത് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് ഒരു 50 ml അല്ലെങ്കിൽ ഒരു 25 ml കൂടെ ആഡ് ചെയ്ത് 25 ml വറ്റിച്ച് 50 ml ആക്കി എടുക്കണം നമുക്ക്. കാരണം എന്താ പറയുക, ഫ്രഷ് ജ്യൂസ് അല്ലേ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ആഡ് ചെയ്ത ഷാമ്പൂ കേടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളൊന്ന് ചൂടാക്കി ഇതിനെ വറ്റിച്ചെടുക്കുമ്പം ഇത് കേടാകാതിരിക്കും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഡിസ്റ്റിൽ വാട്ടർ കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 50 ml ഡിസ്റ്റിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് ഞാൻ ഇതിനെ ഒന്ന് വറ്റിച്ച് ഒരു 50 ml ആക്കി എടുക്കാൻ പോകുന്നു. ഇത് ഡയറക്റ്റാണ് ചെയ്യണം, ഡബിൾ ബോയിലൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക.
കാരണം നമ്മൾ ഓണായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഇതുപോലെ നമുക്ക് ഇച്ചിരി ഷെൽഫ് ലൈഫ് വേണ്ടേ. അപ്പം നമ്മൾ ഇതുപോലെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നമുക്കൊരു 3-4 മാസമെങ്കിലും ഷാമ്പൂ വെളിയിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ യൂസ് ചെയ്യാം, കാരണം പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് വരുന്ന ഷാമ്പൂ ബേസാണ് നമുക്കുള്ളത്. നമുക്ക് അതിൻ്റെ ഷെൽഫ് ലൈഫ് എത്ര അതാണ് പറയുന്നത് അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ജ്യൂസ് നമുക്ക് വറ്റിച്ചെടുക്കാം. ഈ ജ്യൂസിന് പകരം നിങ്ങൾക്ക് അലവേര, നമുക്ക് നമ്മുടെ ആയുർവേദിക്കായിട്ടുള്ള ഇതുണ്ടല്ലോ, വേപ്പില, കറിവേപ്പില, പിന്നെ നമുക്ക് തുളസി, പിന്നെ നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഈ പനിക്കൂർക്ക, അങ്ങനെയൊക്കെ ഇട്ട് അവിടെ എല്ലാം കുറേ ആയിട്ടുള്ള, അത് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നുണ്ട് അടുത്ത ഷാമ്പൂ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കെന്താ നമ്മുടെ ഹെയറിനൊക്കെ നല്ല ഗുണങ്ങളാണ്. കാരണം നമ്മുടെ ആയുർവേദിക്കായിട്ടുള്ള നമ്മുടെ എന്താ പറയണ്ട ഈ ഒരു നീമും അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് നല്ല സ്ട്രെങ്തും നമ്മുടെ മുടിയുടെ പൊട്ടലും എല്ലാം ഡാൻഡ്രഫ് നീമൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഡാൻഡ്രഫ് ഒരുപാട് നമുക്ക് പോയി കിട്ടും. അപ്പം ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ അലവേരയുടെ ഒരു ഗ്രീൻ ഭാഗം മേളിൽ പോയി വരുന്നത്, അത് നമുക്ക് ചെറിയ ഒരു സ്ട്രെയിനർ വെച്ച് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഷാമ്പൂവിൻ്റെ കളറിൽ അത് ബാധിക്കും. നോക്കട്ടെ, ഇതിനകത്ത് അധികം ഇല്ല. നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുന്നത്, നമ്മൾ അത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ നമുക്ക് എന്താ പറയണ്ട പൊങ്ങി വരും. ഇതിനകത്ത് അധികം ഇല്ല, എന്നാലും നമുക്കത് മാറ്റണം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇങ്ങനെ ഈ പൊങ്ങി വരുന്ന ഇതിൻ്റെ ബബിൾസിനെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ട്രെയിനറൊക്കെ യൂസ് ചെയ്ത് കളയാനാണെങ്കിൽ അങ്ങനെ എടുത്ത് കളയണം. ഇത് വറ്റട്ടെ, ഇത് കുറുകി വരണം. ഇപ്പം ഇത് ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഗ്ലാസ് ബേക്കറിനകത്തോട്ട് നോക്കാം എത്ര കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വറ്റിച്ചപ്പോൾ നമുക്ക് 50 ml ആക്കി നമ്മളിതിനെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, 50 ml ആയിട്ട് ഇതിനെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷമാണ് ഇതിനകത്ത് നമുക്ക് ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് വൈറ്റമിൻ ഇയും സ്മെല്ലും എല്ലാം ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഷാമ്പൂ ബേസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വിട്ടൊന്ന് തണുക്കട്ടെ. അപ്പം നമ്മുടെ തണുത്തിട്ടുണ്ട്, നല്ല ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു വറ്റിച്ചെടുത്ത ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ഇതിനകത്തോട്ട് ഷാമ്പൂ ബേസാണ് ഒഴിക്കാനുള്ളത്. ഷാമ്പൂ ബേസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഞാൻ 100 ml ഗ്രാമോളം ഷാമ്പൂ ബേസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സൊല്യൂഷൻ 50 ആണുള്ളത് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ ഷാമ്പൂവിൻ്റെ ബേസ് ആഡ് ചെയ്തതാണ്. ഈ ബേസ് ഞാൻ പറഞ്ഞല്ലോ, സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ ആയിട്ടൊക്കെയുള്ള, സൾഫർ ഫ്രീ ആയിട്ടുള്ള നല്ല ബേസാണ്. അത് നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ഓർത്താൽ മതി. 50 ml ജ്യൂസിന് അത് എന്ത് തന്നെ ആയാലും നമ്മൾ 100 ml നമ്മുടെ ഷാമ്പൂയുടെ ബേസ് എടുക്കുക. ഇത് നന്നായിട്ട് പതഞ്ഞ് വരട്ടെ. കാരണം ഈ പദം സെറ്റിലായാലേ നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിനി ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്ക് ബേസാണ്, നമുക്ക് നോക്കാം. നമ്മളിതിനെ നന്നായിട്ട് പതപ്പിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പതയൊക്കെ സെറ്റിലാണ്. നോക്കണം നിങ്ങളുടെ തിക്നെസ് കണ്ടു, ഇത്രയും തിക്നെസ് നമുക്ക് ഷാമ്പൂവിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഇനി തിക്നെസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ സൊല്യൂഷൻ തന്നെ നമുക്ക് കുറച്ചും കൂടെ എടുത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇത്തിരി കുഴപ്പമില്ല, കണ്ടോ. അപ്പം ഞാൻ ഇനി ആഡ് ചെയ്യുന്നില്ല, എനിക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പതയൊക്കെ താഴണം. പത താഴിട്ട് നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ പതയൊക്കെ സബ്സൈഡ് ആകണമെങ്കിൽ നമുക്കൊരു ദിവസത്തേക്ക് നമുക്ക് ഇന്നിനി വെച്ചിട്ട് നാളെ രാവിലെ നമുക്കിതിനെ എടുത്ത് പതയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ബോട്ടിലിനകത്തോട്ട് ഒഴിച്ച് വെക്കാം. കണ്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ എന്താ പറയുക, കുറച്ച് കൂടുതൽ സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുക, ആ ഒരു മിക്സ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ബേസ് തിക്കാകുന്നതനുസരിച്ച് നമുക്കിതിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി വെച്ചനുസരിച്ച് നമുക്കിതിനെ മാറ്റാം. ഇത് ഞാൻ ഇവിടെ ഒന്ന് പാതയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു 2 വൈറ്റമിനെയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ യൂസ് ചെയ്യാം.
ഗ്ലിസറിൻ വേണമെങ്കിൽ നമുക്ക് ഇടാം. കുറച്ച് ഗ്ലിസറിൻ കൂടെ ഇടുവാണെങ്കിൽ നമുക്ക് മുടിക്ക് കാരണം ഈ ഷാമ്പൂ ബേസിൽ ഓൾറെഡി ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഇത്തിരി ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുവാണ്. ഇത്രയേ ഉള്ളൂ. മുടിക്ക് ഗ്ലിസറിൻ നമുക്ക് ഫേസിന് നമ്മുടെ സ്കിന്നിന് എങ്ങനെയാണോ ഗുണം അതുപോലെ തന്നെ മുടിക്കും നമ്മുടെ ഗ്ലിസറിൻ യൂസ്ഫുള്ളാണ്. സ്കിന്നിൽ നമ്മൾ ഷാമ്പൂവിൽ ഇട്ടെന്ന് വെച്ചാൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമുക്ക് നമ്മുടെ ഇതിൻ്റെ കളർ കണ്ടോ, സൂപ്പർ കളറാണ്. നമുക്ക് നമ്മൾ ആലോവേരയും ഒക്കെ ഇട്ട് ചെയ്തിട്ടും നമുക്ക് കളർ കണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പദം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇതിൽ നിന്ന് എടുത്തതാണേ. നമുക്കത് പതച്ച് നോക്കാം എത്രമാത്രം ഉണ്ട് നമ്മുടെ ഷാമ്പൂവിൻ്റെ. നമ്മുടെ മുടിക്കപ്പോൾ എന്തുമാത്രം ഗുണമായിരിക്കും. നമുക്ക് കുറച്ചിട്ടാൽ തന്നെ ഞാൻ കുറച്ചെടുത്തുള്ളൂ. ആ കുറച്ചെടുത്തപ്പോൾ തന്നെ നമുക്ക് ഇത്രയേ ഉണ്ട് കണ്ടോ. നമ്മുടെ നമുക്ക് കുറച്ചേറെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ലേ വൈറ്റമിൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് നമുക്ക് സ്മെല്ലും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ്. അപ്പം അതാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, കാരണം ഷാമ്പൂവിന് കുറച്ചും കൂടെ സ്മെല്ല് വേണമല്ലോ, എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ, പെപ്പർമിൻറ്റിൻ്റെ ഉണ്ട്, ഏതാണോ നമ്മുടെ ഇഷ്ടമുള്ള ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും റോസ്മേരി എസെൻഷ്യലാണ്, കാരണം റോസ്മേരി നമ്മുടെ മുടിക്ക് നല്ലതല്ലേ. അപ്പം അതിൻ്റെ ഒരു സ്മെല്ലും കൂടി ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ഫ്രാഗ്രൻസ് ഓയിലല്ല, ഞാൻ എസെൻഷ്യൽ ഓയിലാണ് ഇട്ടേക്കുന്നത്. അപ്പം അത് കുറച്ചും കൂടെ എല്ലാവർക്കും നല്ല ഷാമ്പൂ ഇട്ടിട്ടുണ്ട്. നമുക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഒരു ഫുൾ ഡേ നൈറ്റ് ഫുള്ള് ഞാൻ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ഷാമ്പു ശംഖുപുഷ്പത്തിൻ്റെ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നമ്മളത് എത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കെ.